സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ പുതിയ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്ത കാര്യം നമ്മൾ ഇന്നലെ വീഡിയോ ചെയ്ത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ മൊബൈൽ ഫോണിലൂടെ എങ്ങനെ നിങ്ങൾക്ക് മൊബൈൽ ഫോണിലൂടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹാൻഡ് ഡിവൈസ് ആയിട്ടുള്ള ടാബ്ലറ്റ് അങ്ങനെ എന്തെങ്കിലും ഒരു ഡിവൈസ് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ സൗമ്യമായി ചെയ്യാൻ പറ്റിയ രീതിയിൽ എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ അത് ചെയ്യാൻ സാധിക്കുന്നതെന്നാണ് ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്നത്. വലിയ പണച്ചെലവൊന്നും ഇല്ലാതെ എങ്ങനെ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ സൗമ്യമായിട്ട് ഈ കാര്യം ചെയ്ത് തീർക്കാൻ സാധിക്കുമെന്ന് ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ ചെക്ക് ചെയ്യാം. പരമാവധി സുഹൃത്തുക്കളിലേക്ക് SSCയിലേക്ക് എല്ലാവരും മുൻപ് രജിസ്റ്റർ ചെയ്തതാണ്. അവരെല്ലാം പുതിയ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് തന്നെയാണ്. അപ്പോൾ അതെങ്ങനെ നടക്കും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നോക്കാൻ പോകുന്നത്. ഒരുപാട് അവസരങ്ങളാണ് മുൻപോട്ട് വരാൻ പോകുന്നത്, അതുകൊണ്ട് രജിസ്ട്രേഷൻ ചെയ്തേ പറ്റത്തുള്ളൂ. എനിവേ നമുക്ക് എങ്ങനെ ചെയ്യാന്നുള്ള കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ പുതിയ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഇന്നലെ നമ്മൾ ഇത് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഡയറക്റ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പഴയ വെബ്സൈറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പഴയ വെബ്സൈറ്റിലേക്കാണ് റീഡയറക്റ്റ് ആയി പോകുന്നത്. എനിവേ ഈ ഒരു പുതിയ വെബ്സൈറ്റിലാണ് ഇനി നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത്. വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യണം, അപേക്ഷ സമർപ്പിക്കുന്നത് എല്ലാം ഇതിൽ തന്നെ ആയിരിക്കും. മാത്രമല്ല നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്, ഇതിൽ തന്നെയാണ് നമുക്ക് ഫർദർ ആയിട്ട് പുതിയ യൂസർ ഐഡിയും കാര്യങ്ങളൊക്കെ ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. പറഞ്ഞ് സമയം കളയാതെ എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്നുള്ള കാര്യത്തിലേക്ക് കിടക്കാം. ഇവിടെ കണ്ടിന്യൂ ബട്ടൺ കാണാൻ സാധിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ആദ്യം ഫില്ല് ചെയ്യേണ്ടത്. അതിൽ ആദ്യം ചോദിക്കുന്നത് ഡു യു ഹാവ് എ ആധാർ കാർഡ് എന്നാണ്. അപ്പോൾ ആധാർ കാർഡ് ഉണ്ടെങ്കിൽ ആധാർ കാർഡ് കൊടുക്കുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡോക്യുമെന്റ്സ്, അതായത് മറ്റേതെങ്കിലും വെരിഫൈഡ് ആയിട്ടുള്ള ID ആണ് നിങ്ങൾ ചൂസ് ചെയ്തതെങ്കിൽ അത് കൊടുത്താൽ മതി. ഇവിടെ S കൊടുക്കുക. ആധാർ കാർഡ് എല്ലാവർക്കും ഉണ്ടാകുന്നതായിരിക്കും. ഇനി ചെയ്യേണ്ടത് ആധാറിന്റെ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക എന്നുള്ളതാണ്. വെരിഫൈ ആധാർ കാർഡ് നമ്പർ എഗെയിൻ നിങ്ങൾ ഇവിടെ റീ എൻ്റർ ചെയ്യുക എന്നുള്ള കാര്യമാണ് രണ്ടാമത് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾ ഇവിടെ പ്രോപ്പറായിട്ട് എൻ്റർ ചെയ്യുക. അപ്പോൾ ഇതിൽ നിങ്ങളെ എൻ്റർ ചെയ്ത് കാണിക്കുന്നില്ല, കാരണം ആധാർ നമ്പർ അങ്ങനെ പബ്ലിക്കായിട്ട് കാണിക്കേണ്ട ആവശ്യമില്ലാത്തൊരു സംഭവമാണ്. നിങ്ങളും അങ്ങനെ ചെയ്യാതിരിക്കുക. സോ ഇവിടെ തീർച്ചയായിട്ടും ആധാർ കാർഡിന്റെ നമ്പർ ഇവിടെ രണ്ട് സ്ഥലത്തും സെയിം ആധാർ നമ്പർ ആദ്യം ഒന്ന് എൻ്റർ ചെയ്യുക, പിന്നെ രണ്ടാമത് എന്ത് ചെയ്യണം, നിങ്ങൾ അതേ ആധാർ കാർഡ് നമ്പർ രണ്ടാമത് റീ എൻ്റർ ചെയ്യുക. ആ കാര്യം ക്ലിയർ ആണെന്ന് കരുതുന്നു. പിന്നെ ചെയ്യേണ്ടത് ടൈപ്പ് ഓഫ് ഐഡന്റിറ്റി കാർഡ്, അത് നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്തതാണ്, ഇവിടെ ആവശ്യമില്ല. ഇവിടെ നോ കൊടുത്താൽ, ആധാർ നോ കൊടുത്താൽ മാത്രമേ നമുക്കിവിടെ ടൈപ്പ് ഓഫ് ഐഡന്റിറ്റി കാർഡ് വരത്തുള്ളൂ. അവിടെ ലൈസൻസ് ബാക്കി ഏതെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ പാൻ കാർഡ്, പാസ്പോർട്ട്, ആധാർ ഇല്ലാത്തവർക്ക് അത് ഏതെങ്കിലും യൂസ് ചെയ്യാം. ഇനി ആധാറാണ് വെക്കുന്നതെങ്കിൽ ഇവിടെ S കൊടുത്തിട്ട് ആധാറിന്റെ നമ്പറും കൊണ്ട് മുൻപോട്ടേക്ക് പ്രൊസീഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഐഡന്റിഫിക്കേഷൻ കാർഡ് എന്ന് പറഞ്ഞിട്ട് അതിവിടെ ആവശ്യമില്ലാത്തതാണ്, കാരണം ഇത് ഈ രണ്ടാമത്തെ ഓപ്ഷൻ എനേബിൾ ചെയ്താലേ ഇവിടെ ഐഡന്റിറ്റി കാർഡിന്റെ നമ്പർ വേണ്ടു. നമ്മൾ ആധാർ കാർഡ് കൊടുക്കുകയാണെങ്കിൽ ഇത് ആവശ്യമില്ല. ഈ രണ്ടാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. പിന്നെ മൂന്നാമത് കാൻഡിഡേറ്റ് നെയിം ആസ് പെർ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് ആണ് പറയുന്നത്. 10ാം ക്ലാസ്സിന്റെ സർട്ടിഫിക്കറ്റിൽ ഉള്ളത് എങ്ങനെയാണോ അതുപോലെ തെറ്റാതെ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അതുപോലെ വെരിഫൈ കാൻഡിഡേറ്റ് നെയിം ആസ്, അത് രണ്ടാമതും നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്യുക. ഇവിടെ എൻ്റർ ചെയ്ത സെയിം സാധനം ഇവിടെ തെറ്റാതെ വെരിഫൈ ചെയ്യുക. രണ്ടാമതും കൂടി ക്രോസ് ചെക്ക് ചെയ്തിട്ട് ഒന്നും കൂടെ നിങ്ങൾ എൻ്റർ ചെയ്യുക. പിന്നെ ഹാവ് യു എവർ ചേഞ്ച് യുവർ നെയിം, പേര് മാറ്റിയിട്ടുണ്ടോ ഇതിന് മുൻപ്, കാസ്റ്റ് ചേഞ്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് ഇഷ്ടപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ മറ്റൊരു പേര് ഇഷ്ടമായി, അങ്ങനെ എന്തെങ്കിലും രീതിയിൽ പേര് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇവിടെ S കൊടുക്കുക. എന്നിട്ട് ആ പേര് ഇവിടെ എൻ്റർ ചെയ്യുക. പേര് മാറ്റിയിട്ടില്ല എന്നാണെങ്കിൽ നോ കൊടുക്കുക. ഈ പേര് തന്നെ ആദ്യം ഇവിടെ എന്താണോ കൊടുത്തത് ആ പേര് തന്നെയാണ് ഇപ്പോൾ കറന്റ് മൊമെന്റിലും ഉള്ളതെന്ന് ശ്രദ്ധിക്കുക. ഇനി ജെൻഡർ സെലക്ട് ചെയ്യുക. ജെൻഡർ രണ്ടെണ്ണേ കാണത്തുള്ളൂ, രണ്ടല്ല മൂന്നുണ്ട്, ട്രാൻസ്ജെൻഡറും ഉണ്ട്. എനിവേ ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് മെയിലോ ഫീമെയിലോ ട്രാൻസ്ജെൻഡറോ ഏതാണോ നിങ്ങളുടെ ഇതെന്ന് സെലക്ട് ചെയ്യുക. ജെൻഡർ ഏതാണെന്ന് സെലക്ട് ചെയ്യുക. ഇവിടെ മെയിൽ ആണെങ്കിൽ മെയിൽ, ഫീമെയിൽ ആണെങ്കിൽ ഫീമെയിൽ കൊടുക്കുക. പിന്നെ ഇവിടെ വെരിഫൈ ജെൻഡർ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കൃത്യമായിട്ട് മനസ്സിലാവും. രണ്ടാമതും മെയിൽ തന്നെ കൊടുക്കുക. ഇവിടെ ഫീമെയിൽ, രണ്ടാമത് ഫീമെയിൽ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് റോങ് ആണ്. അവിടെ അങ്ങനെ ചെയ്യരുത്. രണ്ട് സ്ഥലത്തും ഡാറ്റ സെയിം ആയിരിക്കണം, ഇവിടെയും സെയിം ആയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പ്രൊസീഡ് ചെയ്യാൻ സാധിക്കുന്നതല്ല. പിന്നെ ഇവിടെ കൊടുക്കുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. ഡേറ്റ്, മന്ത്, ഇയർ കൃത്യമായി തെറ്റാതെ കൊടുക്കണം. അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക, രണ്ട് സ്ഥലത്തും തെറ്റാതെ കൊടുക്കണം. പിന്നെ ഫാദറിന്റെ നെയിം SSLC ബുക്കിൽ ഉണ്ടാവും, അതുപോലെ തന്നെ കൊടുക്കുക. ഇവിടെ കാണാൻ സാധിക്കും ഫാദർ നെയിം ഷുഡ് ബി സെയിം ആസ് മെൻഷൻ ഇൻ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ്. ഈ രണ്ട് സ്ഥലങ്ങളിലും ഫാദറിന്റെ നെയിം 10ാം ക്ലാസ് ബുക്കിൽ എന്താണോ ഉള്ളത് അതുപോലെ കൃത്യമായിട്ട് കൊടുക്കുക. പിന്നെ മദറിന്റെ നെയിമും അതുപോലെ തന്നെ കൃത്യമായിട്ട് ഈ രണ്ട് സ്ഥലങ്ങളിലും എൻ്റർ ചെയ്യുക. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മെട്രിക്കുലേഷൻ 10th ഏത് ബോർഡിന്റെ കീഴിൽ നിന്നാണ് പാസ്സായത്, കേരള ആണോ അല്ലെങ്കിൽ സെൻട്രൽ ആണോ അത് സെലക്ട് ചെയ്യുക. എനിവേ കേരളം നോക്കട്ടെ. കേരളത്തിലേക്ക് ഒന്ന് സെർച്ച് ചെയ്ത് കേരള ബോർഡ്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, അവിടെ കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ അത് സെലക്ട് ചെയ്യുക.
കർണാടക ആണെങ്കിൽ കർണാടക, കേരള ആണെങ്കിൽ കേരള, ഏതാണോ നിങ്ങൾ എടുത്തത് അത് സെലക്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ അത് രണ്ടാമതൊന്ന് വെരിഫൈ ചെയ്യുക. രണ്ടാമതും ആ സംഭവം തന്നെ കൃത്യമായിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. സോ അതിനും വീണ്ടും കേരള എന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വീണ്ടും കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ അത് സെലക്ട് ചെയ്യുക. പിന്നെ റോൾ നമ്പർ, 10ാം ക്ലാസ്സിൻ്റെ റോൾ നമ്പർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക. 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റിൻ്റെ മുകളിൽ തന്നെ റോൾ നമ്പർ ഉണ്ടാവും. ആ റോൾ നമ്പർ കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്യുക. രണ്ട് സ്ഥലത്തും കൃത്യമായിട്ട് റോൾ നമ്പർ എൻ്റർ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇയർ ഓഫ് പാസിംഗ്, ഏത് വർഷമാണോ നിങ്ങൾ പാസ്സായത് അത് രണ്ടും, അതും സർട്ടിഫിക്കറ്റിൽ SSLC ബുക്കിൽ ഉണ്ടാവും. അതും ഈ രണ്ട് സ്ഥലത്ത് കൊടുക്കുക. പിന്നെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ, അത് നിങ്ങൾക്ക് എന്താണോ ഇപ്പോൾ 10ാം ക്ലാസ് ആണോ, +2 ആണോ, ഡിപ്ലോമ ആണോ, ഗ്രാജുവേഷൻ ആണോ, എന്താണോ ഉള്ളത് അത് കൊടുക്കുക. കൃത്യമായിട്ട് എന്താണോ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അത് കൃത്യമായിട്ട് കൊടുക്കുക. ഇവർ രണ്ട് സ്ഥലത്തും തെറ്റി കൊടുക്കാൻ പാടില്ല. അപ്പോൾ നോട്ട് മാച്ചിങ് എന്ന് കാണിക്കുക, അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ അതുപോലെ തന്നെ കാൻഡിഡേറ്റ് മൊബൈൽ നമ്പർ, നിങ്ങളുടെ മൊബൈൽ നമ്പർ വ്യക്തമായിട്ട് ഇവിടെ കൊടുക്കുക. അപ്പോൾ ഒരുപാട് പേഴ്സണൽ ഡീറ്റെയിൽസ് ഉള്ളത് കൊണ്ടാണ് ഇത് ഫില്ല് ചെയ്ത് കാണിക്കാത്തത്. ഇത് ഫില്ല് ചെയ്ത് നെക്സ്റ്റ് ആൻഡ് സേവ് കൊടുക്കുമ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നതാണ് ഇനി നിങ്ങളെ കാണിക്കുന്നത്. പിന്നെ ഇവിടെ ഇമെയിൽ ID, നിങ്ങൾ ഇതിനൊക്കെ യൂസ് ചെയ്യുന്ന, ജോബിനൊക്കെ യൂസ് ചെയ്യുന്ന ഇമെയിൽ ID കൃത്യമായിട്ട് ഇവിടെ കൊടുക്കുക. അതിൻ്റെ OTP വെരിഫിക്കേഷൻ വിൽ ബി സെൻഡ് ദിസ് ഇമെയിൽ ID. OTPയും കാര്യങ്ങളൊക്കെ വരുന്നത് ആ ഇമെയിലായിരിക്കും. ഓൾസോ ദി മൊബൈൽ ഫോണും അതുപോലെ തന്നെയാണ് അവസ്ഥ. അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യം ക്ലിയർ ആണെന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ജസ്റ്റ് പുറകുന്ന് കണ്ടാൽ മതി. വ്യക്തമായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതൊക്കെ ഞാനൊന്ന് ഫില്ല് ചെയ്തിട്ട് വരാം. ഫില്ല് ചെയ്തിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ആ ഒരു പോർഷൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ മൊബൈൽ നമ്പർ, OTP, ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഇമെയിൽ ID കൊടുക്കും, മൊബൈൽ നമ്പർ കൊടുക്കും, അതിലേക്ക് OTP അയച്ച് വാലിഡേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഈ ഒരു സമയത്ത് എനേബിൾ ആയിരിക്കും. അതും കൂടി ചെയ്തിട്ട് നിങ്ങൾ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. ഇനി അതിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. OTP അടിച്ചു കഴിഞ്ഞാൽ OTPൻ്റെ ഒരു ഓപ്ഷൻ വരും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫോണിലേക്കും ഇമെയിൽ IDയിലേക്കും ഒരു OTP വരും. അത് കൃത്യമായിട്ട് അവിടെ എൻ്റർ ചെയ്താൽ മതിയാകും. ഇനി നമുക്ക് സേവ് ആൻഡ് നെക്സ്റ്റിലേക്ക് കിടക്കാം. ലോഡിംഗ് പ്രോസസ്സാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ലോഡായാലാണ് അടുത്ത പേജിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. ഞാൻ ബാക്കിയുള്ള കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഇത് നിങ്ങളുടെ അടുത്ത് കുറച്ച് കാര്യം കൂടി പറയാനുണ്ട്. ഈ ഒരു സൈറ്റിൽ ഈ ഒരു സക്സസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യം കിട്ടാനായിട്ട് ഞാൻ രാവിലെ അറൗണ്ട് 8 മണി 9 മണി മുതലായിട്ട് ഇരുന്നതാണ്. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് ഏകദേശം രാത്രി 7:10 ആവാനായിട്ടുണ്ട്. രാത്രി മേ ബി നാളെ രാവിലെ ആയിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. സോ കംപ്ലീറ്റ് ചെയ്യണം. എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്ക് ടൈം പിടിക്കും. ഈ ഒരു സക്സസ്, അതായത് ഇത്ര നേരം നമ്മൾ പറഞ്ഞ പ്രൊസീജിയർ ഇല്ലേ, എന്നിട്ട് ലോഡിംഗ് ആണെന്ന് പറഞ്ഞില്ലേ, അത് കഴിഞ്ഞിട്ട് ഈ ഒരു സക്സസ് എത്താൻ ഞാൻ കാത്തിരുന്ന സമയമാണ് രാവിലെ 8 മണി മുതൽ രാത്രി 7 മണി വരെ. സൈറ്റിൻ്റെ ഇഷ്യൂ ആണ്. രാവിലെ ഒരുപാട് പേര് സൈറ്റിൽ കയറി ചെയ്യുന്നത് കൊണ്ടായിരിക്കാം. രാത്രി ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കയറി നോക്കി, എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽസ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പിന്നെയും വീണ്ടും എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം തെറ്റുകൂടാതെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. സൈറ്റിന് ഇങ്ങനെ ഒരു പ്രശ്നം നേരിടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര ഇഷ്യൂ ആണ്. ഞാൻ കരുതി സൈറ്റ് നല്ല ഫ്രീ ആയിട്ട് നമുക്ക് ലഭിക്കും, മറ്റേ സൈറ്റ് പോലെ പ്രശ്നം ഉണ്ടാവില്ല. കുറേ പ്രശ്നങ്ങൾ ഇതിൽ ഡിറ്റക്റ്റ് ചെയ്തതുപോലെ എനിക്ക് തോന്നി. എന്തായാലും നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഫീൽ ചെയ്യുകയാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഈ സൈറ്റിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഞാൻ നേരിട്ടിട്ടുണ്ട്. ഇത്ര നേരമായിട്ട് എനിക്ക് ഇപ്പോഴാണ്, അതായത് രാത്രിയിലാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളത്. എനിവേ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. എന്തായാലും അടുത്ത ഘട്ടത്തിൽ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം നേരിടുകയാണെങ്കിൽ ഈ വീഡിയോ വരാനായിട്ട്, അതായത് ഇന്ന് ഡേറ്റ് എന്ന് പറയുന്നത് ഫെബ്രുവരി 23 എപ്പോഴാണ് ഇത് നിങ്ങളുടെ മുമ്പിൽ എത്തുക എന്ന് പോലും പറയാൻ പറ്റില്ല. ഇത്രയും ലാഗ് നേരിടുന്നുണ്ടെങ്കിൽ രാത്രി നല്ല ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. എന്തായാലും നോക്കട്ടെ, ബാക്കി എന്തായാലും നമുക്ക് മുന്നോട്ടേക്ക് കിടക്കാം. സോ ആ ഒരു ഘട്ടം കഴിഞ്ഞു. നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. പേഴ്സണൽ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ചെയ്തു, സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. സമാധാനമുണ്ട്. കാരണം ഒരുപാട് നേരം ഞാൻ പറ്റുമ്പോഴൊക്കെ ഡിവൈസ് എടുക്കും, എന്നിട്ട് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കും. ചില സമയത്ത് സൈറ്റ് ടോട്ടലി അടക്കം പോകുന്നുണ്ട്. രാവിലെ സമയത്ത് ഭയങ്കര പ്രശ്നമാണ്, ടോട്ടലി പോകുന്നുണ്ട്. എന്നിട്ട് രണ്ടാമത് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യും, ആധാർ നമ്പറും ബാക്കിയുള്ള ഡീറ്റെയിൽസും എല്ലാം രണ്ടാമത് എൻ്റർ ചെയ്യും. പിന്നെ രണ്ടാമതൊന്ന് വെരിഫൈ ചെയ്യും, അല്ലെങ്കിൽ തെറ്റ് വരാതെ ചെയ്യണമല്ലോ. അപ്പോൾ വീണ്ടും ആധാർ നമ്പറൊന്നും നമുക്ക് ബൈഹാർട്ടുള്ള സംഭവങ്ങളൊന്നുമല്ല മൊബൈൽ നമ്പർ പോലെ. അപ്പോൾ വീണ്ടും ആ കാര്യം ക്രോസ് ചെക്ക് ചെയ്യണം. അപ്പം നല്ല ബുദ്ധിമുട്ട് അങ്ങനെ നേരിട്ടിട്ടുണ്ടായിരുന്നു. എനിവേ ആ ഒരു കാര്യം നിങ്ങളെ പ്രത്യേകിച്ചൊന്ന് പറഞ്ഞതേ ഉള്ളൂ. കാരണം നല്ല പേഷ്യൻസ് ഇതിനെ അപേക്ഷിക്കാനായിട്ട് ആവശ്യമാണ്. അതായത് ഇതിൻ്റെ രജിസ്ട്രേഷൻ ഈ ഒരു സമയത്ത് ചെയ്യാനായിട്ട് ഉടനെ കുറച്ച് റിക്രൂട്ട്മെൻ്റ് ഒക്കെ വരുന്നുണ്ട്. അതിന് അപേക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഇപ്പം ഭയങ്കരമായിട്ട് സൈറ്റ് പ്രശ്നം നേരിടുന്നത് ഇന്ത്യയിൽ എല്ലാവരും തന്നെ ഈ ഒരു സൈറ്റിൽ ഇപ്പോൾ കയറിയിട്ട്
രജിസ്റ്റർ ചെയ്യാനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഇവിടെ കുറച്ചൊരു ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഒരു പോർഷനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് യുവർ രജിസ്റ്റർ നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ രജിസ്റ്റർ നമ്പറാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത് ആവശ്യമാണ്. മാത്രമല്ല നമ്മുടെ മെയിലിലേക്കും പിന്നെ മൊബൈൽ നമ്പറിലേക്കും ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാവും. നമ്മുടെ പാസ്വേഡ് അതുപോലെ തന്നെ രജിസ്റ്റർ നമ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാവും. അതിനുശേഷം നിങ്ങൾ ഏറ്റവും ഡൗണിലേക്ക് വരിക. ഇവിടെ നിങ്ങൾക്ക് കണ്ടിന്യൂ ബട്ടൺ കാണാൻ സാധിക്കും. അപ്പോൾ കണ്ടിന്യൂയിലേക്ക് ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ രണ്ടാമതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമുക്ക് മെസ്സേജ് വന്നിട്ടുള്ള സംഭവങ്ങളുണ്ടല്ലോ, അത് ഇവിടെ എൻ്റർ ചെയ്യാനാണ് പറയുന്നത്. രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും പിന്നെ ഇവിടെ കാണുന്ന ഈ ഒരു LQZ2Z ഈ ഒരു സംഭവം ഇവിടെ കൃത്യമായിട്ട് എൻ്റർ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ അത് ജസ്റ്റ് എൻ്റർ ചെയ്യുക, എന്നിട്ട് സൈൻ ഇൻ ചെയ്യുക. എന്നിട്ട് നമുക്ക് പാസ്വേഡ് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അതിലേക്ക് കിടക്കാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പാസ്വേഡ് എൻ്റർ ചെയ്തിട്ടുണ്ട്. പാസ്വേഡും അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ഐഡിയും നമുക്ക് മെസ്സേജ് ആയിട്ട് വരും. അതാണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. മെസ്സേജ് ആയിട്ട് മാത്രമല്ല നമുക്ക് മെയിലായിട്ടും വരുന്നുണ്ട്. അതുപോലെ തന്നെ പാസ്വേഡ് നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റില്ല. നമ്മൾ ആദ്യത്തെ ഘട്ടം കഴിഞ്ഞ് 7 നെക്സ്റ്റ് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ, അതാണ് തുടക്കത്തിൽ കുറച്ച് ഇതാക്കി കാണിച്ചത്, ബ്ലറർ ചെയ്ത് കാണിച്ചത്. രജിസ്ട്രേഷൻ നമ്പർ അവിടെ വലിയ ഇതിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു രജിസ്ട്രേഷൻ നമ്പറും പിന്നെ പാസ്വേഡ് എൻ്റർ ചെയ്യുക, പിന്നെ ഈ ക്യാപ്ച കൃത്യമായിട്ട് കൊടുക്കുക, എന്നിട്ട് സൈൻ ഇൻ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്ക് സൈൻ ഇൻ കൊടുത്ത് നോക്കാം, ലോഡ് ആവുന്നുണ്ട്. ഈ ഒരു ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ, അതായത് ഇപ്പോൾ നമ്മൾ സൈൻ ഇൻ കൊടുത്ത് കയറി വന്നിട്ടുള്ള ഈ ഒരു ഇൻ്റർഫേസ് കാണാൻ സാധിക്കുന്നില്ലേ? ഇതിലേക്ക് വളരെ പെട്ടെന്ന് റീഡയറക്റ്റ് വന്നിട്ടുണ്ടായിരുന്നു, അതായത് റീഡയറക്റ്റ് ചെയ്ത് കയറി വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം രാത്രി സമയങ്ങളിൽ വളരെ സുഗമമായിട്ട് തന്നെ ഈ ഒരു സൈറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ അർത്ഥം രാവിലെ സമയങ്ങളിൽ എല്ലാവിധ, നമുക്ക് ചുരുക്കി പറയുകയാണെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സെൻറ്റേഴ്സ് ഇവിടെയൊക്കെ ഇതിൻ്റെ രജിസ്ട്രേഷൻ തകൃതിയായിട്ട് നടക്കുകയായിരിക്കും. അതുകൊണ്ടാണ് രാവിലെ നമുക്ക് ആ ഒരു ഇഷ്യൂ നേരിട്ടിട്ടുണ്ടാവുക. എന്തായാലും ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഓൾഡ് പാസ്വേഡ്, എന്തായാലും ഇതിൻ്റെ തൊട്ട് മുകളിലുള്ളത്, അതായത് ഇതിൻ്റെ താഴേക്ക് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ മുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ ആയിരിക്കും. അപ്പോൾ ഈ സുഹൃത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല. സോ നിങ്ങളുടെയും അധികം പബ്ലിക്കലി നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും പ്രൊവൈഡ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. സോ അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക, എസ്പെഷ്യലി സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് പാസ്വേഡ്. ഓൾഡ് പാസ്വേഡ് ആണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. അതിനുശേഷം ന്യൂ പാസ്വേഡ് എൻ്റർ ചെയ്യുക. അതായത് ഓൾഡ് പാസ്വേഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ടാവും ഒരു പാസ്വേഡ്, അത് നമ്പറോ അല്ലെങ്കിൽ കുറേ അക്കങ്ങളൊക്കെ കൂടിയതോ അല്ലെങ്കിൽ ചിലവർക്ക് ഇങ്ങനെ Z നമ്മുടെ അറ്റ് ഇങ്ങനെയുള്ളത് മാത്രമോ ഏതെങ്കിലും രീതിയിൽ വരും, കൃത്യമായിട്ട് പറയാൻ സാധിക്കത്തില്ല. ഇപ്പോൾ നമ്പറും അതുപോലെ തന്നെ ലെറ്റേഴ്സും അതുപോലെ കുറേ ക്യാരക്ടേഴ്സൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടും ആ ഒരു പാസ്വേഡ് വരുന്നുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്യുക. പിന്നെ ന്യൂ പാസ്വേഡ് എൻ്റർ ചെയ്യുക. ന്യൂ പാസ്വേഡ് എൻ്റർ ചെയ്യുന്ന സമയത്ത് മിനിമം 8 ക്യാരക്ടേഴ്സ് വേണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇൻക്ലൂഡ് 1 or more അപ്പർ കേസ് ലെറ്റേഴ്സ് വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ലെറ്റേഴ്സ് നിങ്ങളുടെ പാസ്വേഡ് അടിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അത് ശരിയാണെങ്കിൽ ഇവിടെ ഓരോ സംഭവങ്ങളും പച്ച കളറിൽ കത്തി വരും. അതുപോലെ തന്നെ ഇൻക്ലൂഡ് 1 or more ലോവർ കേസ് ലെറ്റേഴ്സ് വേണമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇൻക്ലൂഡ് 1 or more നമ്പർ വേണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻക്ലൂഡ് 1 or more സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, അതായത് നമ്മുടെ ഈ ഡോളറിൻ്റെ ചിഹ്നം, ക്യാഷിൻ്റെ ചിഹ്നം, അതൊക്കെ ഇല്ലേ, അതൊക്കെ സ്പെഷ്യൽ ക്യാരക്ടറാണ്. അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ പാസ്വേഡ് കൊടുക്കേണ്ടത്. കാരണം അത്രയും സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് ഇവിടെ കൊടുക്കണം എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ നിങ്ങളുടെ പാസ്വേഡ് ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിലൊന്നും കൂടി കാണിക്കാതെയും കൂടി ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇത് കൊടുത്തിട്ട് ബാക്കിയുള്ള അതായത് ബാക്കിയുള്ള കാര്യം കൺഫേം പാസ്വേഡാണ് കൊടുക്കേണ്ടത്. അതായത് നിങ്ങൾ കൊടുത്ത പാസ്വേഡ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, മുകളിൽ കൊടുത്ത പാസ്വേഡ് ഇല്ലേ, ഈ പാസ്വേഡ് ഇല്ലേ, അത് കൃത്യമായിട്ട് ഇവിടെയും എൻ്റർ ചെയ്യുക. എന്നിട്ട് താഴേക്ക് വരിക. ഇവിടെ കുറച്ച് ചോദ്യം ചോദിക്കും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ഒന്ന് കാണിച്ചു തരാം. വാട്ട് സിറ്റി വേർ യു ബോൺ ഇൻ, ഇങ്ങനെ ഒരു ചോദ്യം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ചോദ്യം വേണ്ടത് ആ ചോദ്യം തിരഞ്ഞെടുക്കുക. ഫോർ എക്സാമ്പിൾ ആദ്യത്തെ ചോദ്യം തന്നെ തിരഞ്ഞെടുത്തു. അതിൻ്റെ ഉത്തരം നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്യുക, നിങ്ങൾ അടിച്ചു കൊടുക്കുക. നിങ്ങളുടെ പാസ്വേഡ് മറന്നുപോയാൽ റിക്കവർ ചെയ്തെടുക്കാനാണ് ഈ ഒരു കാര്യം. അപ്പോൾ നിങ്ങൾ ജനിച്ചത് കോഴിക്കോടാണെങ്കിൽ കോഴിക്കോട്, കണ്ണൂരാണെങ്കിൽ കണ്ണൂർ, ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള പ്ലേസിലാണെങ്കിൽ ഡൽഹിയിലാണെങ്കിൽ ഡൽഹി, അത് കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്യുക. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എല്ലാം ഓൾറെഡി രജിസ്റ്റർ ചെയ്ത്, അതായത് എല്ലാ ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാം ക്ലിയർ ആയിട്ട് പ്രോപ്പറായിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ സെക്യൂരിറ്റി കോഡ് 2 എന്ന് പറഞ്ഞിട്ട് ഇവിടെ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ 2 എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചൂസ് ചെയ്യണം. ഏതെങ്കിലും ഒന്ന് മറന്നുപോയാൽ മറ്റൊന്നിൽ പിടിച്ച് കയറാനാണ്. പാസ്വേഡൊക്കെ മറന്നു പോയി കഴിഞ്ഞാൽ അതിനാണ് അത് ചോദിക്കുന്നത്. എനിവേ ജസ്റ്റ് ഒന്ന് കൊടുക്കുക. അത് രണ്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മൂവി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം, നിങ്ങളുടെ ഫസ്റ്റ് സ്കൂൾ അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദ്യമായിട്ട് ചോദിച്ചിട്ടുള്ളത്. ജസ്റ്റ് അതൊന്ന്
കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക. മറക്കാത്ത നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു സംഭവം, ഇഷ്ടപ്പെട്ട സിനിമ അല്ലെങ്കിൽ ആദ്യം പഠിച്ച സ്കൂൾ, ഇതൊന്നും അത് മറക്കാത്തതാണ് അധിക പേരും. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് കൊടുക്കുക. എന്നിട്ട് സേവ് ആൻഡ് നെക്സ്റ്റ് ആണ് ഇനി കൊടുക്കേണ്ടത്. അതിലേക്ക് ക്ലിക്ക് ചെയ്യാം. ലോഡിംഗ് ആണ്. സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് എന്നുള്ള പെട്ടെന്ന് തന്നെ വന്നിട്ടുണ്ട്, വളരെ പെട്ടെന്ന് അത് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്നുള്ളത് ഇവിടെ ഒരു ഇൻറ്റു, അതായത് ഒരു ക്രോസ് ബാർ കാണാൻ സാധിക്കും, അവിടെ ഒന്ന് ക്യാൻസൽ ചെയ്ത് കളയാം. സോ രണ്ടാമത് ഇവിടെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി ലോഗിൻ ചെയ്യാണ് വേണ്ടത്. ലോഗിൻ ചെയ്തിട്ട് അഡീഷണൽ ഡീറ്റെയിൽസും കൂടി ചോദിക്കുന്നുണ്ട്. അതിലേക്കാണ് നമ്മൾ കിടക്കേണ്ടത്. ഇനി നമ്മൾ പുതിയതായിട്ട് കൊടുത്തിട്ടില്ലേ, അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ പുതിയതായിട്ട് പാസ്വേഡ് ഒക്കെ ക്രിയേറ്റ് ചെയ്തു. ആ പാസ്വേഡ് ഇവിടെ കൊടുക്കുക. മുമ്പ് വന്ന രജിസ്ട്രേഷൻ നമ്പർ, അതായത് SSC നമുക്ക് മെസ്സേജ് മുഖാന്തരം അയച്ചിട്ടുള്ള ആ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക. എന്നിട്ട് ഈ ഒരു ക്യാപ്ച കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്തിട്ടാണ് അഗെയിൻ ലോഗിൻ ചെയ്ത് കയറേണ്ടത്. സോ ആ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി ലോഗിൻ ആണ് കൊടുക്കാൻ പോകുന്നത്. ഡീറ്റെയിൽസ്, അതായത് നമ്മൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പാസ്വേഡും അതുപോലെ തന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുക. പാസ്വേഡ് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത് തന്നെ കൊടുക്കണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ലോഗിൻ ആണ്. ലോഗിൻ ചെയ്യാൻ പോവുകയാണ്. സോ ലോഗിനൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നടക്കുന്നുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇനി നമ്മൾ കൊടുക്കേണ്ടത് അഡീഷണൽ ഡീറ്റെയിൽസ് ആണ്. അഡീഷണൽ ഡീറ്റെയിൽസ് കൊടുക്കണം. കാറ്റഗറി, ഇവിടെ കാറ്റഗറി കൊടുക്കുക. പിന്നെ വെരിഫൈ കാറ്റഗറി സാധാരണ തന്നെ രണ്ടാമത് കൊടുക്കുക. അതായത് ഏതാണോ നിങ്ങളുടെ കാറ്റഗറി, EWS, SC, ST, OBC, ഇതിൽ ഏതാണോ കാറ്റഗറി അതാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ അതൊന്നും കൂടി വെരിഫൈ ചെയ്യുക. പിന്നെ നാഷണാലിറ്റി ഇന്ത്യൻ ആണ് കൊടുക്കേണ്ടത്. പിന്നെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഫോർ എൻ അതർ നാഷണൽ, അത് വേറൊരു നാഷണൽ ആണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാനാണ്. നമ്മൾ ഇന്ത്യൻസ് ആണ്, അപ്പോൾ ഇന്ത്യൻസ് അത് കൊടുക്കേണ്ട ആവശ്യമില്ല. മറിച്ച് നേപ്പാൾ, ഭൂട്ടാൻ അങ്ങോട്ടുള്ള മറ്റുള്ള സ്ഥലങ്ങളിൽ, അതായത് മറ്റുള്ള രാജ്യങ്ങളിലുള്ളവരാണെങ്കിൽ അത് അവർ വേറെ തന്നെയായിട്ട് കൊടുക്കണമെന്നുണ്ട്. ചില റിക്രൂട്ട്മെൻറ്റിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നേപ്പാളിനൊക്കെ അപ്ലൈ ചെയ്യാനൊക്കെ പറഞ്ഞ് നോട്ടിഫിക്കേഷനിൽ പറയാറുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇവിടെ നാഷണാലിറ്റി എന്ന് പറയുന്നത് ഇന്ത്യൻ സിറ്റിസൻസ് ആണ്. അപ്പോൾ സിറ്റിസൺ ഓഫ് ഇന്ത്യ ഇതാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സംഭവം ഫില്ല് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ദെൻ വിസിബിൾ ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക്, SSLC ബുക്കിലുണ്ടാവും നിങ്ങളുടെ വിസിബിൾ ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക്. അത് ജസ്റ്റ് ഒന്ന് ഇവിടെ എൻ്റർ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾ തന്നെ കണ്ടാൽ മനസ്സിലാകുന്ന എന്തെങ്കിലും കയ്യിൽ എന്തെങ്കിലും മറുകോ അങ്ങനെ എന്തെങ്കിലും മറ്റൊരു സംഭവം ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കൊടുത്താൽ മതി. പിന്നെ ആർ യു പേഴ്സൺ വിത്ത്, അതായത് ഡിസബിലിറ്റി ഉള്ള ആളാണെങ്കിൽ അത് കൊടുക്കുക. എസ്ഒ നോയോ എന്താണ് നിങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ ഒരു കാര്യം കൊടുക്കുക. എന്നിട്ട് എന്താണുള്ളതെന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുക. പിന്നെ പെർമനൻറ്റ് അഡ്രസ്സ്, പിന്നെ സ്റ്റേറ്റ് ജസ്റ്റ് നമുക്കറിയാം കേരള ആണ്. അപ്പോൾ ഇവിടെ ഒന്ന് കേരളം സെലക്ട് ചെയ്യുന്നുണ്ട്, കേരള. പിന്നെ കൊടുക്കാൻ ഡിസ്ട്രിക്റ്റ് ആണ്. ഡിസ്ട്രിക്റ്റ് ഇവിടെ സെലക്ട് ചെയ്യുക. കാസർഗോഡ് മുതൽ നമ്മുടെ തിരുവനന്തപുരം വരെയുള്ള ഡിസ്ട്രിക്റ്റ് ഉണ്ടാവും ഇവിടെ, അതൊന്ന് സെലക്ട് ചെയ്യുക. പിന്നെ പിൻകോഡ് സെലക്ട് ചെയ്യുക. പിന്നെ ഈസ് പെർമനൻറ്റ് അഡ്രസ് സെയിം ആസ് പെർമനൻറ്റ്, അതായത് ഇവിടെ നിങ്ങൾ എസ് കൊടുക്കുകയാണെങ്കിൽ മുകളിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു അഡ്രസ്സിൽ ഇവിടെ ഏതാണോ അഡ്രസ്സ് കൊടുത്തിട്ടുള്ളത് അത് ഇവിടെ കോപ്പി പേസ്റ്റ് ആയിട്ട് ഓട്ടോമാറ്റിക്കലി വരുന്നതായിരിക്കും. അതായത് മുകളിൽ കൊടുത്തിട്ടുള്ള അഡ്രസ്സ് തന്നെയാണോ നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന പ്രസൻറ്റ് അഡ്രസ്സാണ് ചോദിച്ചിട്ടുള്ളത്. ഈസ് പ്രസൻറ്റ് അഡ്രസ് സെയിം ആസ് പെർമനൻറ്റ് അഡ്രസ്, ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന അഡ്രസ്സ് പെർമനൻറ്റ് അഡ്രസ്സുമായിട്ട് കറക്റ്റ് ആണോ, അതായത് ആ സ്ഥലത്ത് തന്നെയാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ എസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഇവിടെ വരുന്നതായിരിക്കും എസ് കൊടുത്താൽ. അല്ല നിങ്ങൾ മറ്റെവിടെയെങ്കിലും പോയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്, ഫാദേഴ്സോ അല്ലെങ്കിൽ മദേഴ്സ് ആരെങ്കിലും നിങ്ങളുടെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലാണ്, അപ്പോൾ വേറെ സ്ഥലത്ത് പോയിട്ട് ജോലി ആവശ്യത്തിനോ നിങ്ങൾ പഠനമൊക്കെ വേറൊരു സ്റ്റേറ്റിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ജില്ലയിലോ ഒക്കെ ആണെങ്കിൽ അത് ജസ്റ്റ് കൊടുക്കുക, അതിൻ്റെ പിൻ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുക. എന്നിട്ട് സേവ് ആൻഡ് നെക്സ്റ്റ് ആണ് കൊടുക്കേണ്ടത്. സോ ഇത്രയും കാര്യങ്ങളൊന്ന് ഫില്ല് ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ പിൻകോഡ് വരെയുള്ള ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ എൻ്റർ ചെയ്ത് ശരിയാക്കിയിട്ടുണ്ട്, അതായത് എൻ്റർ ചെയ്ത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി സേവ് ആൻഡ് നെക്സ്റ്റ് ആണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അതിലേക്ക് ക്ലിക്ക് ചെയ്യാം. സോ അതിൽ ക്ലിക്ക് ചെയ്താൽ ലോഡാവുന്നതായിട്ട് കാണാൻ സാധിക്കും. ദെൻ ലോഡായി വരുന്ന പേജ് എന്ന് പറയുന്നത്, സോ ലോഡിങ് ടൈം പിടിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത്ര നേരം ഈ ഒരു പ്രോബ്ലം വന്നിട്ടില്ലായിരുന്നു. എഗെയിൻ ഈ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യാൻ തുടങ്ങി. ലെറ്റസ് വെയിറ്റ്, എത്ര സമയം ഇത് വരുന്നുണ്ടെന്ന് നോക്കാം. ലോഡിങ്ങിന് സമയം പിടിക്കുന്നുണ്ട്, നോക്കട്ടെ എത്ര സമയം എടുക്കുന്നുണ്ടെന്ന്. ഓക്കെ, ഫൈനലി കുറച്ച് സമയം എടുത്തിട്ടുള്ളൂ, ഒരു 2-3 മിനിറ്റ് പിടിച്ചു. എന്നിട്ട് പെട്ടെന്ന് തന്നെ ശരിയായിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടെ സക്സസ് എന്നുള്ളത് അഡീഷണൽ ഡീറ്റെയിൽസ് സേവഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നുണ്ട്. ഇനി ഇവിടെ ഇത് ക്യാൻസൽ ചെയ്യാണ് വേണ്ടത്. അതായത് ഇവിടെ ഒരു ഇൻറ്റു മാർക്ക് കാണാൻ സാധിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ മറ്റൊരു പേജാണ് ഇവിടെ ലോഡായിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെ എന്താ പറയുന്നത് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഫൈനൽ പ്രൊസീജിയറാണുള്ള ഡിക്ലറേഷനിൽ നമ്മൾ എത്തിയിട്ടുണ്ട്.
വൺ ടൈം രജിസ്ട്രേഷൻ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം ഐ അഗ്രി ഫോർ ദി എബോവ് ടേം ആൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഡിക്ലെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് ഡിക്ലറേഷൻ നമ്മുടെ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ്ലി കംപ്ലീറ്റ് ആയി. പക്ഷേ എന്തെങ്കിലും ഒരു തെറ്റ് വരുത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രിവ്യൂ ഇത് നോക്കിയിട്ട് മാത്രം നിങ്ങൾ ഡിക്ലറേഷൻ കൺഫേം ചെയ്യുക. കാരണം ഇതിൽ എന്തെങ്കിലും തെറ്റുകൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് മാറ്റാൻ പറ്റില്ല. ഐ ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് ദി ഇൻഫോർമേഷൻ ഗിവൺ ബൈ മീ. സോ എനിവേ അത് ഞാൻ വായിക്കാം. എന്നിട്ട് ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അതായത് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഓക്കെ, പ്രിവ്യൂ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ മൊബൈൽ ഫോണിലോ അല്ലെങ്കിൽ ടാബിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഹാൻഡ് ഡിവൈസിലോ ആണ് ഈ പ്രിവ്യൂ നോക്കിയതെങ്കിൽ അതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് നിങ്ങൾക്ക് ഒരു പ്രിന്റ് എടുക്കേണ്ട ഓപ്ഷൻ കാണാം. നിങ്ങൾക്ക് പ്രിന്റർ ഉണ്ട് അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ ആ പ്രിന്റിൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു PDF ആയിട്ട് അത് നിങ്ങളുടെ ഫോണിലേക്ക് ഡൗൺലോഡായി ലഭിക്കും. അങ്ങനെ ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കുക. പിന്നെ ഇവിടുന്ന് ബാക്ക് അടിക്കുന്ന സമയത്ത് ഏറ്റവും ടോപ്പിലായിട്ട്, അതായത് ഈ പ്രിവ്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് ഒരു ഇൻടു മാർക്ക്, ഇത്ര നേരം നമ്മൾ കണ്ടതുപോലെ ഒരു ഇൻടു മാർക്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് ഈ ഒരു പേജിൽ തന്നെ തിരിച്ചു വരുന്നതായിരിക്കും. ഇനി ചെയ്യേണ്ടത് ഡിക്ലെയർ, ഈ ഒരു സംഭവം കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. എല്ലാം കൺഫേം ആയ ഡിക്ലെയർ കൊടുക്കുക. സോ എഗെയിൻ ലോഡിങ് പ്രോബ്ലം ആണ് കാണിക്കുന്നത്. എന്തായാലും ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും സംശയങ്ങൾ വരികയാണെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. മെയിനായിട്ട് എല്ലാവരും പറയുന്നതാണ് നമ്മുടെ അടുത്ത് അപേക്ഷാ ഫോം ഫില്ല് ചെയ്യുന്ന കാര്യങ്ങളും ഇതൊക്കെ ചെയ്യാനായിട്ട്. ഇതാണ് പ്രശ്നം, ഒരുപാട് നേരം ഈ സൈറ്റിൻ്റെ പുറകിൽ ഇരിക്കേണ്ടി വരും. മറ്റൊരു പ്രോബ്ലം ഇല്ല, ഒരുപാട് നേരം ഇതിൻ്റെ പുറകെ ഇങ്ങനെ ഇരുന്നിട്ടാണ് ഇത് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങളും ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെന്ന് അറിയാം. ഇത് അപേക്ഷിക്കാൻ ഇതാക്കാനൊക്കെ നല്ല ടൈം പിടിക്കുന്നുണ്ട്, അതാണ് പ്രധാന പ്രശ്നം. എനിവേ ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഡിക്ലറേഷൻ കൂടി കൊടുത്താൽ മതി. അവസാന സ്റ്റേജിൽ ഇത് ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഡിക്ലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ കഴിഞ്ഞു, നമ്മൾ എല്ലാ സ്റ്റെപ്പും കഴിഞ്ഞു. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത്ര സ്റ്റേജേ ഉള്ളൂ. ഇത് ഓൾമോസ്റ്റ് നമ്മളെല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഇനി നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് കയറാൻ സാധിക്കുന്നതായിരിക്കും. എന്തെങ്കിലും അതും കൂടി കാണിച്ചു തരാം, വെയിറ്റ് ചെയ്യട്ടെ എന്തായാലും. ഓക്കെ, നമ്മൾ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്തിട്ട് ആ ഒരു സൈറ്റിൽ നിന്ന് നേരെ ഒരു ഇപ്പം പറഞ്ഞതുപോലെ തന്നെ സക്സസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കാണിക്കും. ഡിക്ലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ക്യാൻസൽ ചെയ്ത് നമ്മൾ നേരെ എത്തുന്നത് നമ്മുടെ തന്നെ ഡാഷ്ബോർഡിലായിരിക്കും. അവിടെ നിങ്ങൾ ഏതെങ്കിലും പോസ്റ്റിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണിക്കും, അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണിക്കും. നിലവിൽ ഈ ഒരു വെബ്സൈറ്റിലൂടെ ആരും ഇതുവരെ അപ്ലൈ ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ യാതൊരു പോസ്റ്റും കാര്യങ്ങളൊന്നും കാണിക്കില്ലെന്നാണ്. മുൻപ് SSC GD ഒക്കെ ഇപ്പോൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ നിങ്ങൾ ആരെങ്കിലും അപ്ലൈ ചെയ്തിട്ട് അവിടെ കാണിക്കുന്നുണ്ടോ എന്ന് പറയാം. കാണിക്കാൻ സാധ്യതയില്ല, കാരണം ഇതുവരെ ഇതിലൂടെ ആരും അപ്ലൈ ചെയ്തുകൊണ്ട് ഈ വെബ്സൈറ്റ് കാണിക്കാൻ ചാൻസ് ഇല്ല. ഇനി ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾക്ക് ലോഗിൻ ഓർ രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇനി നിങ്ങൾ ഇവിടെ ക്രിയേറ്റ് രജിസ്റ്റർ നൗ എന്ന് പറഞ്ഞിട്ടുള്ള ഈ സംഭവം കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി നിങ്ങൾ രജിസ്റ്റർ ചെയ്തു. അവിടെ നിങ്ങൾക്ക് ഫോട്ടോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഫോട്ടോ ഒക്കെ വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അത് ലാസ്റ്റ് നിങ്ങളുടെ ഡാഷ്ബോർഡിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ ഇത്രയേ വേണ്ടൂ, അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും യൂസർ നെയിം, ആ കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പാസ്വേഡ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അത് രണ്ടും കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ക്യാപ്ഷ ഇവിടെ കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡാഷ്ബോർഡിലേക്ക് നിങ്ങൾക്ക് എൻ്റർ ആവാം. എന്നിട്ട് അവിടുന്ന് വരുന്ന പോസ്റ്റുകൾക്കെല്ലാം നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. പിന്നെ എന്തെങ്കിലും അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കയറി ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെക്ക് ചെയ്യാം, അല്ല നമ്മൾ പ്രോപ്പറായിട്ട് വീഡിയോ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. റിസൾട്ട്, അഡ്മിറ്റ് കാർഡ്, അപ്ലൈ ചെയ്യാൻ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ആൻസർ കീ, ഇതൊക്കെ സൈറ്റിൽ നിന്നാണ് പ്രോപ്പറായിട്ട് നമുക്ക് ലഭിക്കുന്നത്. അത് നിങ്ങളിലേക്ക് എടുത്തു തരുന്നതും ഇതുപോലത്തെ ഒരു സൈറ്റിൽ നിന്നാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇവിടെ കയറിയാൽ ചെക്ക് ചെയ്താൽ മനസ്സിലാവുന്നതായിരിക്കും. സോ ഇത്രയധികം കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, കാരണം അത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് വീഡിയോ ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക.